എന്താ നീലി അടുപ്പത്ത് ചോറ് വെക്കാനല്ലേ? ഇവിടെ ബൾബില്ലേ? ഇവിടുത്തെ ബൾബ് വിറകുണ്ടല്ലേ? അതിലേ പോയിക്കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല. അതിലെ പോണമാ പോയി എൻ്റെ കൂടെ കല്ലും ചാടി ഇങ്ങനെ. നീ ചോറൊന്നും വെച്ചിട്ടില്ലേ? ചോറ് ഇപ്പൊ വെക്കണേ വെക്കാണല്ലേ? കൊണ്ടുവരാം. ആധാർ കാർഡ് കൊണ്ട് നീലി വടിക്ക്, ഞാൻ ഇവിടെ ഇരിക്കാം. നമുക്ക് വോട്ട് ചെയ്യാനേ മെമ്പർ നമ്മളത് തീരുമാനിച്ചിട്ടില്ല. മെമ്പർ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് വോട്ടിന് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. വോട്ട് എന്താ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യമായിരിക്കും? ഞാനിങ്ങനെ കുത്തിരിക്കണ എല്ലാ ജനങ്ങളും കാണാൻ ഒരു വീടിന് എഴുതി കൊടുത്തൂടെ നീലിക്ക്? വീട് കിട്ടിയിട്ട് കാര്യമില്ലേ, ഭൂമി വേണം. ഇത് നീലിന്റെ ഭൂമിയല്ലേ? ഇത് പുഴന്റെ സൈഡാണല്ലേ? അന്ന് ഭൂമിക്ക് എഴുതി കൊടുത്തൂടെ? കൊടുത്തോ? അത് ശരിയാക്കി ഞാൻ അതൊന്നും ശരിയാക്കി തീരണില്ല. നീലിന്റെ മെമ്പർ ആരാണ്? അതന്നെ അല്ലേ? എന്റെ മെമ്പർ തന്നെയാണ് നീലിന്റെ മെമ്പറും. നീലിന്റെ മെമ്പർ തന്നെയാണ് എന്റെ മെമ്പറും അല്ലേ? ഏതായാലും ഒരു വീടൊക്കെ പെട്ടെന്ന് കിട്ടട്ടെ. വീടും ഭൂമിയും. അല്ല, കുട്ടികളെവിടെ? മാഗാൻ ഇവിടെ ഇല്ല, ഓൻ പണിക്ക് പോയതാണ്. കുറച്ച് ദൂരെ പെരുന്തൽമണ്ണ. അവരിവിടെ ഇല്ലല്ലോ താമസം? നീലി ഒറ്റക്കല്ലേ ഇവിടെ താമസം? അല്ലേ, ഓനുണ്ട്. പിന്നെ ഇത് പിടിച്ചോ? ഇതിന്റെ കഴിഞ്ഞിട്ടുണ്ട്. ഓൻ പണിക്ക് പോയതാണ്, ഓൻ വരൂലേ? പിന്നെ നീലിന്റെ മൊബൈൽ നമ്പർ പറഞ്ഞ? മൊബൈൽ നമ്പർ മൊബൈൽ ഉണ്ടോ കയ്യില്? മൊബൈൽ കൊണ്ടുപോവാ, ഞാൻ അതിന്റെ നമ്പർ എടുത്തോളാം.
അത് ഇതിൽ എഴുതണേ നമ്മക്കേ കേട്ടോ. 0049. എൻ്റെ നമ്പറിലേക്ക് ഞാൻ നീലിൻ്റെ നമ്പർ അടിക്കുമ്പോൾ നീലിൻ്റെ നമ്പർ ഇതിൽ കിട്ടും. മനസ്സിലായോ? ആ അതാക്കുന്ന നമ്പർ. ഇത് പിടിച്ചോ, ഞാൻ നമ്പർ എഴുതട്ടെ കേട്ടോ. മൊബൈൽ നമ്പർ 75 10 72 14. കാളന്. അച്ഛൻ്റെ പേര് കാളൻ, അമ്മേന്റെ പേര് മാതി, പിന്നെ മകൾ നീലി, ബന്ധുവിന്റെ പേര് അതല്ലേ നിങ്ങളെ പേര് നീലി അല്ലേ? ആ അത് ഞാൻ ഇവിടെ കൊടുത്തു. ഇനി ബന്ധുവിന്റെ പേര് പറയുമ്പോ മകന്റെ പേര് കൊടുക്കാം ഞാന്. നിങ്ങളെ മോന്റെ പേര് കൊടുക്കാം. മോന്റെ പേരെന്താ? കുഞ്ഞുട്ടൻ. കുഞ്ഞുട്ടൻ. ബന്ധം എന്ന് പറയുമ്പോ മകൻ എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. മകൻ. നമ്മുടെ ജില്ല മലപ്പുറം. സംസ്ഥാനത്തിന്റെ പേര് കേരളം. ഇതൊക്കെയാണ് ഇവിടെ പൂരിപ്പിക്കാൻ. ഇതൊന്നും വലിയ പണിയില്ല. നമ്മുടെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എന്താണെന്നറിയോ നീലിക്ക്? നിലമ്പൂർ. അത്രയൊക്കെ ഉള്ളു പൂരിപ്പിക്കാൻ കേട്ടോ. അപ്പൊ ഈ 2 ഫോമും ഞാൻ പൂരിപ്പിക്കും. നീലി ഇവിടെ ഒപ്പിട്. മഷി ഉണ്ടോ? എന്നാ പിന്നെ നീലിനെ കൊണ്ട് ഞാൻ ഒപ്പിടിപ്പിക്കാം. പേന പിടിക്കും. ഇവിടെ പേന പിടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് വരച്ചാൽ മതി. ഇവിടെ എന്തെങ്കിലും ഒന്ന് നീലി, ഈ ഫോം ഒന്ന് നീലി സൂക്ഷിക്കും, ഒന്ന് ഞാൻ കൊണ്ടുപോകും, BLO കൊണ്ടുപോകും. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വരച്ചാൽ മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വരച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പാക്കിയിട്ട്. ഒന്നും കൂടെ. കുടുംബശ്രീയിൽ വന്നപ്പോ ഒപ്പല്ലേ? അങ്ങനെ തന്നെ. കുടുംബശ്രീ ഉണ്ടായപ്പോ നീലിട്ടപ്പോ ഒപ്പല്ലേ? അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് മതി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് വോട്ടിന് അപേക്ഷിക്കും. ഇതിലൊന്ന് ഇത് 2 ഫോം ഉണ്ട്, ഒന്ന് ഞാൻ കൊണ്ടുപോകും. ഇനി അത് മാത്രമല്ല, നമുക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മളെ 2002 വോട്ടർ പട്ടികയിൽ നിന്ന് ഇതിന്റെ തെരഞ്ഞിട്ട് ഇവിടെ നമുക്ക് ബൂത്ത് നമ്പർ, നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഉണ്ട്, ഭാഗം നമ്പർ ഉണ്ട്, ക്രമ നമ്പർ ഉണ്ട്. ഇതൊക്കെ എഴുതാനുണ്ട്. അപ്പൊ അത് എടുക്കട്ടെ ഞാൻ. ഒരു സീരിയൽ നമ്പറും കൂടി ഇവിടെ വേണം. അതാണ് 722 ഇവിടെ പൂരിപ്പിക്കാൻ പോകുന്നത്. 722. അത് സാരല്ല, അതിനല്ല ഞങ്ങൾ ഇവിടെ വരുന്നത്. അത് കുഴപ്പമില്ല. പിന്നെ അറിയുന്ന ആളെ കാണിച്ചു തരാൻ പറ്റൂല. പിന്നെ വേറെ ആൾക്ക് ചെയ്യണം. അവിടെ നിൽക്കുന്ന സാറന്മാര് ചെയ്യണില്ല. അവിടെ നിൽക്കുന്ന സാറന്മാർക്ക് ചെയ്താൽ മതിയല്ലോ. കുഴപ്പമില്ല, ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനാണ് ഞങ്ങൾ ഇതിന് നിയമിച്ചിട്ടുള്ളതേ. പേര് മാറ്റാനൊക്കെ അല്ലേ? കുഴപ്പമില്ല കേട്ടോ. നീലി പേരൊന്നും മാറ്റണ്ട. എന്റെ പേര് നീലിനെ. ആ നീലിന്റെ പേര് മാറണ്ട. എനിക്ക് വോട്ട് ചെയ്യണ കാര്യമാണ്. എന്താ വോട്ട് ചെയ്യാന്? വായിക്കാൻ അറിയില്ലെന്ന്. അങ്ങനെ അല്ല, വോട്ട് ചെയ്യാൻ അറിയില്ലേ? അതന്നെ നമ്പർ ഏതാ അപ്പൊ എന്നിട്ട് എങ്ങനെ വോട്ട് ചെയ്യല്? അങ്ങനെ പറഞ്ഞു തരും. പറഞ്ഞു തരും. ഏതാ കൈ ബാലേട്ടനെ പറഞ്ഞത്? കാരണം വായിക്കാൻ അറിയില്ല എനിക്ക്. എന്തിനാണ് ചെയ്യല്? ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല. അതാണ് നീലിക്ക് സത്യം പറഞ്ഞാല് എന്തിനാണ് വോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്ന് വായിക്കാനോ പിന്നെ അത് സെലക്ട് ചെയ്ത് കണ്ട് ചെയ്യാനോ അറിയില്ല അല്ലേ? അവിടെ ചെല്ലുമ്പോ അവര് പറയാണ് നിങ്ങൾ അതിന് അതിൽ കൈ ഉണ്ടാവും, അരിവാളുണ്ടാവും, താമര ഉണ്ടാവും, അതുപോലുള്ള ഒരുപാട് കണ്ണട അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ചെയ്യുന്ന് പറയാം. അപ്പൊ നീലി അതിനെങ്കിലും ഒന്നിന് ചെയ്തു പോരും. അതാണ് അവസ്ഥ. അങ്ങനെ പറ്റില്ലേ? അല്ലെങ്കിൽ നിങ്ങളെ മക്കൾ ആരെങ്കിലും ആവണം. ഇപ്പൊ ഞാൻ അവിടുത്തെ BLO ആണ്, എനിക്കും പറ്റില്ല. നിങ്ങളെ മക്കൾ ആരെങ്കിലും ഒക്കെ ആവണം, അപ്പഴേ പറ്റുള്ളൂ. സെൽമ ചെയ്തോ? അവിടുന്ന് ഇനി വരുമ്പോ ഞാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. നീലിക്ക് ഇഷ്ടമുള്ള ആരാന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. നീലിയും നിന്നോണ്ട് ആയിക്കോട്ടെ. നിനക്ക് ഇഷ്ടമുള്ളത് ആരാന്ന് പറയാ, അവർക്ക് ചെയ്യാട്ടോ. അങ്ങനെ
ഇങ്ങോട്ട് ബന്ധ മതം ഇത്രയും പൈസ ആയി വരും ഓനെ കൂട്ടില്ല ഇല്ലല്ലേ? അതിനുണ്ടാക്കി കൊടുക്കണം കേട്ടോ. പട്ടികയിൽ ഓനെ അതിന് അടുത്ത കുറി ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നീലി മതി. ഇവിടെയും കൂടെ ഒരു ഒപ്പിട്ടെ. ഈ 2 ഫോമാണ്. ഒരു ഫോം നിന്റെ അടുത്ത് തരാനുള്ളത്. ഇവിടെയും കൂടെ ഒരു ഒപ്പിട്ടെ. കുടുംബശ്രീയിലൊക്കെ നമ്മൾ ഇട്ടേന്ന പോലത്തെ ഒപ്പ് കേട്ടോ. ഇവിടെ ഇട്ടോളൂ. ഒന്ന് നീലിന്റെ അടുത്താണ് ഞാനിത് തരിക. ഇത് സൂക്ഷിച്ചു വെക്കുക. കൊണ്ടുവരൊന്നും വേണ്ട. കൊണ്ടുവരുന്നു വേണ്ടത്. ആധാർ കാർഡ് സൂക്ഷിച്ചു വെക്കണില്ലേ, അതുപോലെ സൂക്ഷിച്ചു വെക്കുക. ഇതാ ഇതാ ഫോണ്. ഒന്ന് പോയി നോക്കട്ടെ നമുക്ക്. അടുക്കള. ഇതാണ് അടുക്കള. എന്താ നീലി അടുപ്പത്ത് ചോറ് വെക്കാനല്ലേ? ഇവിടെ ബൾബില്ലേ? ഇവിടുത്തെ ബൾബ് ഇട്ട അവിടെ. ഇതൊരു റൂമില്ലേ? ചെറിയൊരു ഇതാണ് ആകം. ഇതാണ് ആകം. ഇതാണല്ലേ? ഇതാണ് ഞാൻ കിടക്കണ പോയത്. ഇതാണ് റൂം. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാല് പുഴ ഇങ്ങനെ കാണലേ? നോക്ക്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാ കോട്ടപ്പുഴയെ കൂടെ വെള്ളം ഒഴുകണത് ഇങ്ങനെ കാണല്ലേ നീലി? എവിടെ വരെ വെള്ളം കയറും? ഇവിടെ വരെ, കഴുങ്ങിന്റെ അവിടെ വരെ കയറൂലേ? അപ്പൊ ഭയങ്കര സൗണ്ട് ആവൂലേ നീലി ഇവിടെ വെള്ളം കയറുമ്പോ? ഇവിടെയാണോ ഇതൊക്കെ എടുത്ത് വെക്കണത്? സൂട്ട് കേസിലാണോ? ഇതൊക്കെ എന്താണ്? ഡ്രസ്സൊക്കെ പഴയതൊക്കെ അല്ലേ? കിടക്ക. ഇതെന്താ നല്ലൊരു ബാഗ്. ഇതില് പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ ഇതില്? കിരിങ്ങനുണ്ട്. കട്ടിലില്ലേ? കട്ടിലില്ല. നല്ലൊരു വീട് വേണം. വീട് വേണം. ഇതിന്റെ ഉള്ളിൽ റൂമാണല്ലേ? അടിപൊളി. ഇതാണ് ഞാൻ കുത്തിരിക്കണ പോലെ. ഇതാണ് പഴയ അലുമിനിയം കല. ഇവിടത്തിന്റെ മുകളിൽ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. നോക്കി, പഞ്ചസാര പാത്രം, ഭരണികള്, സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? നീലിക്ക് നല്ലൊരു വീടുണ്ടാവാന്. നമുക്ക് ഇനി പറയണം, നീലിക്ക് ഒരു വീട്. ആദ്യം സ്ഥലമാണ് വേണ്ടത്. അതിന് സ്ഥലത്തിനുള്ള ഒരു അപേക്ഷ കൊടുക്കണം. കൊടുത്തോ? അപ്പൊ ഇനി സ്ഥലത്തിന് അപേക്ഷ കൊടുക്കുമ്പോ സ്ഥലത്തിനുള്ള പൈസ കിട്ടുമ്പോ നമുക്ക് എവിടെയെങ്കിലും 2-3 സെന്റ് സ്ഥലം വാങ്ങണം. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പിന്നെ ഈ 2-3 സെന്റ് കൊണ്ട് എന്ത് ചെയ്യും? എന്നാലും നീല ഒന്നും ഇല്ലാത്തതിലും ഭേദം 3 സെന്റ് ഒരു തുരുമ്പണ പാത്രം കേൾക്കണം. അയ്ക്ക് വെള്ളം പോകാനുള്ള സൗകര്യമില്ല. ഒരു ബുദ്ധിമുട്ടി നിൽക്കാണ്. അതെ, ഞാൻ അതാ മടിക്കണതേ. 3 സെന്റ് കിട്ടിയിട്ട് കാര്യമില്ലെന്ന്. പിന്നെ എത്ര സെന്റാ? ഞാൻ 25 സെന്റിന് ആവശ്യപ്പെട്ടതാണ്. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴല്ലത് നീലിക്ക് 25 സെന്റ് സ്ഥലം കിട്ടണം എന്നാണ് പറയണത് കാര്യമാണ്. 3 സെന്റ് സ്ഥലം എന്ന് പറയുമ്പോ അതില് അഴുക്ക് പോകാനും പിന്നെ അവള് വേസ്റ്റ് പോകാനൊന്നും സ്ഥലല്ല. നീലി പറയണത് കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു 5 സെന്റെങ്കിലും സ്ഥലം എവിടെയെങ്കിലും, നീലി ഇങ്ങനെയൊക്കെ പറയുന്നാലും ഒരു 5 സെന്റ് സ്ഥലമെങ്കിലും എവിടെ കിട്ടാൻ ആരെങ്കിലും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ. ഞാനിപ്പോ എന്റെ SIR-ന്റെ ഡ്യൂട്ടിയുമായിട്ട് BLO ഡ്യൂട്ടിയുമായിട്ട് വന്നതാണ്. ഇത് പിന്നെ എന്റെ നാട്ടുകാരിയാണ്, എന്റെ അയൽവാസിയാണ് അറിയാന്. കുറച്ചിങ്ങോട്ട് പോരണം. പുഴേന്റെ അടുത്ത്, കാടിന്റെ അടുത്താണ് വീട്. അപ്പൊ നിങ്ങള് കണ്ടു കാണുമല്ലോ, ഞാൻ കാടിന്റെ അതിലെങ്ങനെ ഇറങ്ങി വരും. ഒരു നല്ല വഴി പോലും ഇല്ല. പ്രായമായി വരികയാണ്. പണിക്കൊന്നും പോകണില്ല. സ്ഥിരമായിട്ട് ഒരു ജോലി ഇല്ലല്ലോ. പെൻഷൻ കിട്ടുന്നോണ്ടല്ലേ ജീവിക്കണത്. അതുകൊണ്ടാണ് ജീവിക്കണത്. ഈ പെൻഷൻ കിട്ടുന്നോണ്ടാണ് ജീവിക്കണത്. പിന്നെ ഒരു മകനുണ്ട്. ഓന് ഇവിടെ ഇല്ല. ഓന് കല്യാണം കഴിഞ്ഞ് കുട്ടികളും ഉണ്ട്. അല്ലേ? കുട്ടികളുണ്ടായിട്ടില്ലല്ലേ? ഇവിടെ പണി ഇല്ലായിട്ട് ഓന് ദൂരത്തൊക്കെ എങ്ങോട്ട് പോയതാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. ഇതൊക്കെ കാണുമ്പോ എന്താ പറയലേ, എത്രയോ ആൾക്കാർ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുമ്പോ എത്രയോ ക്യാഷ് പൈസ ഉണ്ടായിട്ട് അത് അട്ടിക്ക് വെച്ചിട്ട് ഇതുപോലുള്ള സാധുക്കൾക്ക് കൊടുക്കാതെ
നമ്മൾ അതൊന്നും കൊണ്ടാതെ നമ്മൾ തിരിച്ചു പോകും. നമ്മളാരും ഈ എന്താ പറയാ, ആരും ഇവിടെ ഈ ലോകത്ത് എന്നും സ്ഥിരമായിട്ട് നിൽക്കാനുള്ളതല്ല. അപ്പൊ ഇത് കണ്ടില്ല നിങ്ങള്, ഒരു കുടുസായിട്ടുള്ള ഒരു റൂം. ഇനിയിപ്പോ അടുക്കള കാണുകയാണെങ്കിൽ ഇതാ അടുക്കള, ഇത് കണ്ടോ, ഇതാണ് അടുക്കള എന്ന് പറയുന്നത്. നീ ചോറൊന്നും വെച്ചിട്ടില്ലേ? വെക്കണല്ലേ? രാത്രി പേടിയാവൂല? രാത്രി പേടിയാവൂലേ? ഇതിന്റെ ഉള്ളിലേ എന്താ കണ്ട എത്ര കാലങ്ങളായി ഞാൻ ഇങ്ങനെ പെരക്ക് സ്ഥലത്തിനങ്ങ് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. പോയി അടുത്ത് ബീസാൻ ഒരു സാധനം അങ്ങ് ഉള്ളിൽ വെക്കാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ ചെതല് കയറിനൊക്കെ കാണാൻ പറ്റും. ചെതല് കയറി നിൽക്കണം, പൊളിഞ്ഞ് ചാടി ഇങ്ങനെ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ശരിയാക്കി കൊടുക്കലാണ്. പാളല്ലേ പാല. എത്രയോ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ നടത്തുന്നു, അവിടെ എന്താ ആഘോഷങ്ങൾ നടത്തുന്നു, പരിപാടികൾ നടത്തുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പൈസ ഉള്ള ആൾക്കാർ, കുറച്ചെന്തെങ്കിലും ഒരു പൈസ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. ഇവർക്കൊക്കെ എന്താ ഒന്ന് ആൾക്കാരെ ചെയ്യണത്, പാവങ്ങളൊന്നും ചെയ്യണില്ല. എന്താ നീല് പറയണ എന്താ പറയാ, ഉള്ള ആൾക്കാരെ ഉള്ളു സഹായിക്കണത്, ഇല്ലാത്ത ആൾക്കാരെ ആരും സഹായിക്കാനില്ല എന്നാണ് ഇപ്പൊ പറയണത്. പാവാണ്. ഒരു കിടക്കാന് കട്ടിലും കൂടെ അല്ല കിടക്കാന്. അപ്പൊ ഇതിന്റെ അടി കണ്ടില്ലേ, സിമെന്റ് ഇട്ടിട്ടില്ല, വെറും മണ്ണാണ്. ചാണകം മെഴുകാനും പറ്റാത്ത, കണ്ണും കാണൂല. ആകെ ഇതിന്റെ ഉള്ളിൽ ഇവിടെ കത്തുന്ന പുക മുഴുവൻ ഇതിന്റെ ഉള്ളിൽ അവിടെ ആ റൂമിക്കാണ് പോയിട്ടുള്ളത്. എന്താണ് അവസ്ഥ? എത്രയോ ആൾക്കാർ പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങി വേസ്റ്റ് ആക്കിയിട്ടും അങ്ങനെ ചെയ്തിട്ടും ഇങ്ങനെയുള്ള പാവങ്ങളെ സഹായിക്കാനൊന്നും ആരുമില്ല. അങ്ങനെയുള്ള മനസ്സുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ നമ്മളെ നീക്ക്, അവര് നമ്മളെ പോലെയല്ല, അവരെ ഇതുങ്ങൾക്ക് അറിയില്ലേ, ഒന്ന് എഴുതാനോ ഒന്ന് വായിക്കാനോ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യാനോ ചോദിക്കാനോ അതിനുള്ള ഒരു ഇതും അവർക്കില്ല, ഒന്നുമില്ല. ഒരാൾ ചെയ്തു കൊടുക്കണം. ഞാൻ കൊറേ എനിക്കറിയാം ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഞാനിപ്പോ വന്നപ്പോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി പോന്നപ്പോ ആ വഴി എത്ര ബുദ്ധിമുട്ടിയിട്ടാണ്. ആർക്കും അതിൽ ഇറങ്ങി വരാൻ കഴിയില്ല. അങ്ങോട്ട് താഴെ കൊക്ക പോലെ കോട്ടപ്പുഴയാണ്, കാടാണ്. എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഈ ഒരു വീട്ടിക്ക്. ഇത് പുഴറമ്പാണ്, ഇത് ഇവരെ സ്ഥലമല്ല. പുഴറമ്പിൽ ഒരു വീട് വെച്ച് കൂടിക്കാണ്, സ്ഥലം ഇവർക്കില്ല. അപ്പോ എവിടെയെങ്കിലും ആരെങ്കിലും സഹായിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട് നീലി. കിടക്കയോ? ആര് കൊണ്ടുവന്നതാ നീലി? അതെ, ഏത് ചേച്ചിയാ കിടക്ക കൊണ്ടുവന്നത്? കുറച്ച് ദൂരത്തുനിന്നല്ലേ ഇവിടെ. അപ്പോഴേ നീലിക്ക് ഒരു കട്ടിലെങ്കിലും കിട്ടുകയാണെങ്കിൽ, കിടക്കാരോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്, കിടക്കാൻ നിലത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. ഒരു കട്ടിലെങ്കിലും കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ എൻ്റെ നമ്പർ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. നീലിക്ക് കട്ടിൽ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ നമ്പർ 95 62 47 0049. ഇത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം ഒളർവട്ടത്ത് TK കോളനിക്ക് പോകണ്ട. ഒളർവട്ടത്ത് എൻ്റെ പൊട്ടിക്കല്ലിൻ്റെ അടുത്ത് തന്നെയാണ് നീലിൻ്റെ വീടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഒരു നല്ല മനസ്സ് തോന്നിയിട്ട് കട്ടിൽ വാങ്ങാൻ പൈസ കൊടുക്കുകയെ, അല്ലെങ്കിൽ പൈസ കൊടുക്കണ്ട, നമുക്ക് കട്ടിൽ വാങ്ങിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വാങ്ങിച്ച് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു വിഷമം തോന്നി. ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് വന്നതാണ്. അപ്പോൾ ഇന്നും ഞങ്ങളുടെ ഡ്യൂട്ടിക്കൊക്കെ അറിയാമല്ലോ, ഞാൻ ഇന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി പോവുകയാണ്. നേരം 6 മണി ആകാനായി. ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. കുറേ ഫോംസ് ഇനി ചെയ്യാനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ സഹായിക്കുക. അത്രയേ ഉള്ളൂ. ടാറ്റാ.